വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരിക്കൽ കൂടെ എല്ലാവരും വീണ്ടും വെൽക്കം ചെയ്യുന്നു. കർത്താവ് നമ്മൾ എല്ലാ ദിവസവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും കർത്താവിൻ്റെ നിറവ് നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വലിയ റെവലേഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മോർണിംഗ് ഗ്ലോറിയിലൂടെ, വൈകുന്നേരം റെവലേഷൻസിൻ്റെ ബൈബിൾ സ്റ്റഡിയിലൂടെ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇബാൻ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളൊരു പുതിയ സീസണിലേക്ക് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷൻ എന്ന് പറയാം. നമ്മുടെ ന്യൂ ഇയർ ബ്ലെസ്സിങ് സർവീസ് നടക്കുകയാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അതിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അതിശക്തമായ വേർഷിപ്പ് ഡോക്ടർ ബ്ലെസൻ മേമന, അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേ വേർഷിപ്പ് ടീം 150 പേരടങ്ങുന്ന ഒരു കൊയറുണ്ടായിരിക്കും. ഇറ്റ്സ് ഗോയിങ് ബി അമേസിങ്. അപ്പോൾ തന്നെ വചന സന്ദേശത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പാസ്റ്റർ ഡാമിയനും അപ്പോൾ തന്നെ പാസ്റ്റർ തോമസ് ജോർജും ഡൽഹിയിൽ നിന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആ വർഷം ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും, ഈ വർഷം ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. ഒരു മാസ് ബാപ്റ്റിസം നടക്കാൻ പോവുകയാണ്. വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വി ആർ എക്സൈറ്റഡ് ആൻഡ് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ നമുക്ക് ഒരുങ്ങാം, നമുക്ക് റെഡിയാകാം. അപ്പോൾ തന്നെ നമുക്ക് ഈ ദിവസം റെവലേഷൻസ് സ്റ്റഡി സീരീസ് നടക്കുകയാണ്. അതിന് ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യട്ടെ, ഇന്നും നാളെയും കൂടി ഉണ്ട്. നമ്മുടെ ഫൈനൽ ഫ്യൂ ഡേയ്സാണ്, കലാശക്കൊട്ടെന്ന് പറയാം. സോ നേരിട്ട് കടന്നു വരിക. ദൂരപ്രദേശത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഈ 2 ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് കൊച്ചിയിൽ കടന്നു വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിലേക്ക് വന്ന വഴിക്ക് ഞാൻ കണ്ടു, ഒരു ഫാമിലിയെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ ലോഡ്ജ് എടുത്ത് താമസിക്കുകയാണ് വചനം പഠിക്കാൻ വേണ്ടി. അവർ ചർച്ചിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജ് എടുത്ത് അവർ ദൂരപ്രദേശത്തിൽ നിന്ന് പല സ്ഥലങ്ങൾക്ക് യാത്ര ചെയ്ത് ഇവിടെ താമസിച്ച് തങ്ങിയൊക്കെയാണ് പല ആൾക്കാരും അറ്റൻഡ് ചെയ്യുന്നത്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. കർത്താവ് വീണ്ടും ചില കാര്യങ്ങൾ അതിലൂടെ അവരുടെ ലൈഫിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇമാൻ, നമുക്ക് ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്. നമുക്ക് എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ്. സിസ്റ്ററിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സിസ്റ്ററെ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ആൻഡ് ഫേവർ കർത്താവെ ഈ കുടുംബത്തിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലുള്ളൊരു ആന്തരിക സൗഖ്യം കുടുംബത്തിൽ വരട്ടെ. എല്ലാ വ്യക്തികളുടെയും ഹൃദയങ്ങൾ കർത്താവെ അത് സോഫ്റ്റനാകട്ടെ. അപ്പോൾ തന്നെ ഹീലിംഗ് നടക്കട്ടെ കർത്താവെ. അപ്പോൾ തന്നെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവെ അതിലൊരു സ്വാതന്ത്ര്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവെ. കുടുംബത്തിൻ്റെ മേൽ ഞാൻ അത് പ്രഖ്യാപിക്കുന്നു. അത് ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി. ഇത് നിങ്ങളുടെ കഥയാകാം. യോസഫിൻ്റെ കഥയുടെ ഏകദേശം അതിൻ്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 48, 49, 50 3 അധ്യായങ്ങളാണുള്ളത്. അതിലെ പ്രസക്ത ഭാഗങ്ങളെടുത്ത് നമ്മൾ ചിന്തിക്കും. ഈ വീക്കെൻഡോടുകൂടെ നമ്മൾ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി എന്ന ഈ സീരീസ് ക്ലോസ് ചെയ്യുകയാണ്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞ പലതും അനലിറ്റിക്കലായി പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്രോഡീകരിച്ചൊരു സാധനം നിങ്ങളുണ്ടാക്കിയെടുക്കണം. അതിനൊരു എസൻസ് അല്ലെങ്കിൽ ദി ക്യാരക്ടർ ക്വാളിറ്റീസ് ദാറ്റ് വി ക്യാൻ ഫോളോ ഓഫ് ജോസഫ്, അതൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ലൈഫിൽ അതൊക്കെ നമുക്ക് വളരെ പ്രയോജനപ്പെടും. യോസഫിൻ്റെ കഥയിൽ 3 ഘട്ടങ്ങളാണ് തൻ്റെ ലൈഫിനെ നമ്മൾ തിരിക്കുന്നത്. ഒന്നാമത്തേത് ബിലവഡ് സൺ, തൻ്റെ പിതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ. രണ്ടാമത്തേത് റിജക്റ്റഡ് സ്ലേവ്, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു അടിമ. മൂന്നാമത്തേത് എക്സോൾട്ടഡ് റൂളർ, ഉയർത്തപ്പെട്ട ഒരു ഭരണാധിപൻ. അങ്ങനെ 3 ഘട്ടങ്ങളാണ് യേശുവിൻ്റെ ജീവിതത്തിൽ. അത് കാണാം. നമ്മുടെ ലൈഫിലും അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു വലിയ വാഴ്ചയിൽ ഏറ്റവും നല്ല ഒരു അന്ത്യത്തിലെത്തിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. 48-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് യാക്കോബിനെയും തൻ്റെ സഹോദരങ്ങളെയെല്ലാം കനാൻ നാട്ടിൽ നിന്ന് വരൾച്ചയുള്ള ആ സമയത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് ഗോഷൻ എന്ന് പറയുന്ന ഈജിപ്തിലെ
ഏറ്റവും നല്ല ഭൂപ്രദേശത്ത് സെറ്റിൽ ചെയ്യിപ്പിക്കുന്നു. അവർക്ക് അതത് സമയം ഭക്ഷണമെല്ലാം കൊടുത്ത് ആ നാളുകളിൽ, ക്ഷാമത്തിൻ്റെ നാളുകളിൽ ജോസഫ് അവരെ പരിപോഷിപ്പിക്കുന്നു. യോസഫ് തന്നെത്താൻ വെളിപ്പെടുത്തിയ സമയത്ത് അവരെല്ലാം ശരിക്കും ഭയന്നുപോയി. ഇനി അവരുടെ കഴുത്തിൽ തല ഉണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ജോസഫ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് മുമ്പായി എന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലും അത് നന്മയ്ക്ക് വേണ്ടി ദൈവം കൂട്ടി വ്യാപരിപ്പിക്കുന്നതായിട്ട് റോമാലേഖനം 8:28 നമ്മൾ കാണുന്നത് പോലെ അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. അവർക്ക് ആശ്വാസമായി. ഏതായാലും അവരെല്ലാം സെറ്റിൽ ചെയ്തു. അതിനിടയിൽ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഏതായാലും ഇവിടെ വന്നു, പക്ഷേ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാട് കനാൻ നാടാണ്. ഞാനിവിടെ വെച്ച് മരിക്കും. എൻ്റെ മകനെ കണ്ടു, മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന മകനെ എനിക്ക് കാണാനിടയായി. എന്നാൽ നീ നിൻ്റെ കൈ എൻ്റെ തുടയുടെ കീഴിൽ വെച്ച് സത്യം ചെയ്യണം. എന്താണ് സത്യം ചെയ്യേണ്ടത്? എന്നെ ഇവിടെ അടക്കരുത്, എന്നെ കനാൻ നാട്ടിൽ കൊണ്ടുപോയി വേണം അടക്കാൻ. അതും അദ്ദേഹം സമ്മതിച്ചു, യോസഫ് സമ്മതിച്ചു. 48. അനന്തരം യോസഫിന് നിൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. ഇതിനിടയിൽ 130 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. 17 വർഷത്തോളം താൻ അവിടെ ജീവിച്ചു, മിസ്രൈമിൽ ജീവിച്ചു. അങ്ങനെ എല്ലാം ചേർന്ന് 147 വയസ്സ് വരെയാണ് യാക്കോബ് ജീവിച്ചത്. അപ്പോൾ അവസാന നാളുകളോട് അടുക്കുമ്പോൾ താൻ ദീനമായി കിടക്കുന്നുവെന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. തനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി. പക്ഷേ ജോസഫ് ഈസ് യൂട്ടിലൈസിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ബ്ലെസ്സിങ്സ് ഫ്രം ജേക്കബ് ഓൺ ഹിസ് കിഡ്സ്. തൻ്റെ 2 മക്കൾക്കും ഗ്രാൻഡ് ഫാദറിൽ നിന്നുള്ളൊരു ബ്ലെസ്സിങ് വരേണ്ടതിന് അതും കൂടി കണ്ടുകൊണ്ട് ഈ മനശ്ശെയും എഫ്രൈമിനെയും കൂട്ടിക്കൊണ്ട് ഈ സുഖമില്ലാതെ ആയിരിക്കുന്ന ഫാദറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ താൻ ഉറപ്പിച്ച് കട്ടിലിന്മേൽ ഇരുന്നു. യോസഫ് വന്നിരിക്കുന്നുവെന്ന് തന്നെ അറിയിച്ചപ്പോൾ താൻ ഒരുവിധം ഉള്ള ശക്തിയും ആരോഗ്യവും എടുത്ത് കട്ടിൽമേൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവ്വശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. വാട്ട് എ സ്റ്റോറി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോത്രപിതാവായ യാക്കോബ് എന്നും ദൈവവുമായി ബന്ധമുള്ളൊരു മനുഷ്യനായി. തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നും എക്കാലവും ദൈവത്തിന് വേണ്ടി ഹൃദയമുള്ള ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. അതുകൊണ്ട് താൻ ഇടയ്ക്കിടയ്ക്ക് അവൻ പ്രാർത്ഥന കഴിക്കും, ദൈവം പ്രത്യക്ഷനാകും, ചില വാഗ്ദത്തങ്ങൾ കൊടുക്കും. ഇപ്പോൾ അദ്ദേഹം പറയും, കനാൻ ദേശത്തിലെ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് അവൻ പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തനിക്ക് ദൈവത്തിൽ നിന്നും നേരിട്ട് ഒരു അനുഗ്രഹം കിട്ടി. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പം അന്ന് ഇത് അബ്രഹാമിൽ തുടങ്ങിയ അനുഗ്രഹമാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത തലമുറയിൽ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്കിന് ശേഷം യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു തരത്തിൽ പൈതൃകമായൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് തൻ്റെ മേലുണ്ടെങ്കിൽ പോലും ഇവരുടെ എല്ലാം പ്രത്യേകത, ഇവർക്കെല്ലാം വ്യക്തിപരമായ ദൈവമായ ബന്ധവും ദൈവം പ്രത്യക്ഷനായി നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു ഈ ഗോത്രപിതാക്കന്മാർക്ക്, പാട്രിയാർക്സിന്. അപ്പോൾ അന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കും. അത് സംഭവിച്ചു. 12 ആൺമക്കളും പെൺമക്കൾ വേറെയും. എന്നിട്ട് നിന്നെ ഒരു ജനസമൂഹമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വെറും ഒറ്റയാനായിരുന്നൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് വീട് വിട്ടൊരു ഫ്യൂജിറ്റീവിനെ പോലെ, റെഫ്യൂജിയെ പോലെ ഓടിയവനാണ് യാക്കോബ്. പക്ഷെ ദൈവം അവനെ അനുഗ്രഹിച്ചു.
തനിക്ക് 12 മക്കളുണ്ടായി, 70 പേരായി ഈ മിസ്രൈമിൽ വന്നു. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ കിടപ്പുണ്ട്. നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി ഒരു ജനസമൂഹമാക്കി മാറ്റും. ഇത് കേൾക്കുന്ന ചിലരോടും പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നുണ്ട്. നീ ഒറ്റയ്ക്കായിരിക്കാം, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളായിരിക്കാം, ഇന്ന് ന്യൂനപക്ഷമായിരിക്കാം, വളരെ ചെറിയൊരു കുടുംബമായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഒരു വലിയ ജനസമൂഹമാക്കി മാറ്റാനാണ്. ജനസമൂഹം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ 2 അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ബയോളജിക്കലായി നിന്നിൽ നിന്ന് പുറപ്പെടുന്ന സന്തതികളോ പരമ്പരകളോ അത് വർദ്ധിക്കട്ടെ. അതിലപ്പുറത്ത് നിന്നിലൂടെ വിശ്വാസത്തിൽ വരുന്ന ആളുകൾ, അവരിലൂടെ വിശ്വാസത്തിൽ വരുന്ന ആളുകൾ, അങ്ങനെ ഒരു വലിയ ജനസമൂഹം, ദൈവത്തെ അറിയുന്ന, ദൈവത്തിന് വേണ്ടിയുള്ള രാജകീയ പുരോഹിത വർഗം, നിന്നിലൂടെ ഒരു വലിയ ജനസമൂഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ കൂടെ വേണം നമ്മൾ കാണാൻ. എന്നിട്ട് പറയുന്നത്, നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു. കനാൻ നാട് ഇതിനുശേഷം നിന്റെ സന്തതി പരമ്പരകൾക്കൊരു ശാശ്വത അവകാശമായി കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ, പണ്ടത്തെ കനാൻ നാട്, അത് ദൈവം അബ്രഹാമിനും തൻ്റെ സന്തതി പരമ്പരകൾക്കും ശാശ്വത അവകാശമായി ടൈറ്റിൽ ഡീഡ് എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിലാരും അവകാശം വന്നിട്ട് ഒരു കാര്യവുമില്ല. അതിനുവേണ്ടി ചുമ്മാ യുദ്ധങ്ങളും പ്രയാസങ്ങളും അൺറസ്റ്റ് ഉണ്ടാക്കാന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അങ്ങനെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇനി മിസ്രയീമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രയീമും എനിക്കുള്ളവരായിരിക്കട്ടെ. രൂബേനും ശിമയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുകയാണ്. യോസഫിൻ്റെ 2 മക്കൾ ജനിക്കുന്ന സമയത്ത് യോസഫ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലെ യാക്കോബിന് അറിയില്ല. അതുകൊണ്ട് ആ 2 മക്കൾ എന്ന് വെച്ചാൽ മനശ്ശെയും എഫ്രയീമും, അവർ എൻ്റെ മക്കളായിട്ട് ഞാനിങ്ങ് എടുക്കുവാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് ഒരു അനുഗ്രഹവും അവകാശവും കിട്ടും. പക്ഷെ അത് ഒരു ഗ്രാൻഡ് ചിൽഡ്രന് കിട്ടുന്നത് പോലെ അല്ല, എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് പോലുള്ള ഒരു ഫുൾനെസ്സിലുള്ള അവകാശം ഞാൻ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് പിന്നീടൊക്കെ നോക്കുമ്പോൾ മനശ്ശെ എഫ്രയീമിനെ, യോസഫിൻ്റെ കൂട്ടത്തിൽ മനശ്ശെ എഫ്രയീമിനെ കൂടെ ഈ ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം അവർക്ക് യാക്കോബിൻ്റെ അനുഗ്രഹം നേരിട്ട് കിട്ടാൻ പോകും. അതൊരു വലിയ പ്രിവിലേജാണ്, അഡ്വാൻറ്റേജാണ്. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. ഇനി മക്കൾ ഉണ്ടാകുകയാണെന്നെങ്കിൽ അത് നിനക്ക്. പക്ഷേ ഈ 2 പേരെ, മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച, ഞാനില്ലാത്തപ്പോൾ ജനിച്ച ഈ 2 പേരെ ഞാൻ എൻ്റെ ഏറ്റെടുക്കുക. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പേരിൻ പ്രകാരം ഇനി അവരെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടും. ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്തെ ഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. നിൻ്റെ അമ്മ അവിടെ വെച്ച് വഴിയിൽ വെച്ച് മരിച്ചു. കോണ്ടെക്സ്റ്റ് അറിയാമല്ലോ. ബെന്യാമിൻ ജനിക്കുന്ന സമയത്ത് ഞാൻ അവളെ അവിടെ ബെത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവരാരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു പക്ഷേ കണ്ണ് മങ്ങിയത് കൊണ്ടാവാം, പ്രായമുള്ളത് കൊണ്ടാകാം, പ്രായമായിരിക്കുകയാണ്, സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ടാകാം അവരെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട്. അവരവിടെ നിൽക്കുന്നത് അറിയാതെ തന്നെയാണ് താൻ ഇത്രയും കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. നിൻ്റെ ഇവിടെ വെച്ച് ഇതിനു മുമ്പ് ഞാൻ കനാനിലായിരുന്നപ്പോൾ നിനക്ക് മിസ്രൈമിൽ ജനിച്ച 2 മക്കൾ എൻ്റെ മക്കളായിരിക്കും, ഇനിയുള്ളതൊക്കെ നീ എടുത്തു, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വയ്യാതിരുന്നു. അവരടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഈ വചനമായിട്ടുള്ള എൻ്റെ ഉള്ളിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് ഞാൻ പറയാം. ചിലരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്കിനി അധികം ആയുസ്സൊന്നുമില്ല, എല്ലാം തീർന്നു, അസ്തമിച്ചു എന്നൊക്കെ ചിന്തിക്കുന്നവർ.
നീ നിൻ്റെ മക്കളെ മാത്രമല്ല മക്കളുടെ മക്കളെയും കാണും. ചിലതെല്ലാം കാണാതെ ദൈവം നിന്നെ ഈ ഭൂമിയിൽ നിന്നും എടുക്കുകയില്ല. അപ്പം അതിൻ്റെ അർത്ഥം ദൈവം ചില പദ്ധതികൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമ്മളാണ് പലപ്പോഴും ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോകുന്നത്. ഇത്രയൊക്കെ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. യോസഫ് അവരെ അവൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പം ആ സമയത്ത് യോസഫ് ഈ മക്കളെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റിയിട്ട് അവിടെ അങ്ങ് വീണ് നമസ്കരിച്ചു. പിന്നെ യോസഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടങ്കൈക്ക് നേരെയും, ശ്രദ്ധിച്ച് കേൾക്കണം, എഫ്രൈം ഇളയവനാണ്, എഫ്രൈമിനെ കൊണ്ടുപോയി യാക്കോബിൻ്റെ ഇടത് കൈയുടെ, ഇതെൻ്റെ ഇടത്ത് കൈയാണ്, ഇടത് കൈയുടെ നേരെ കൊണ്ടുപോയി വെച്ചു. മനശ്ശയെ ഇടങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ യോസഫിൻ്റെ പദ്ധതി ഇതാണ്: മൂത്തവൻ്റെ മേൽ, ഇതാണ് എൻ്റെ വലത്തെ കൈ, മൂത്തവൻ്റെ കൈ മനശ്ശയുടെ മേലും, മൂത്തവൻ്റെ മേൽ യാക്കോബിൻ്റെ വലങ്കൈ വരുന്ന രീതിയിലും, ഇളയവനായ എഫ്രൈമിൻ്റെ മേൽ ഇടങ്കൈ വരുന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ വലങ്കരം എന്ന് പറഞ്ഞാൽ ജൂയിഷ് സിസ്റ്റം അനുസരിച്ച് വലങ്കൈ കൊണ്ടുള്ള അനുഗ്രഹമാണ് അനുഗ്രഹം. അത് യേശു കർത്താവ് പിതാവിൻ്റെ ഇടതുവശത്തല്ലിരിക്കുന്നത്, വലതുവശത്തായിരിക്കുന്നത്. 45-ാം സങ്കീർത്തനത്തിൽ മണവാളൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു, ഒഫീർ തങ്കം മുണിഞ്ഞ് വലത് ഭാഗത്ത് നിൽക്കുന്നു. സോ റൈറ്റ് സൈഡിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിബ്ലിക്കലി അങ്ങനെയാണ്. അതുകൊണ്ടാകാം മൂത്തവനായ മനശ്ശയ്ക്ക് വലങ്കൈ കൊണ്ടുള്ള അനുഗ്രഹം കിട്ടണം. മൂത്തവൻ്റെ അനുഗ്രഹം ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് ആണ്. ഇതിനാണല്ലോ പലപ്പോഴും യാക്കോബും ഏശാവും തമ്മിലൊക്കെ വന്ന പ്രശ്നം ഉണ്ടായതല്ല, ഇതിനാണല്ലോ. മൂത്തവന് കിട്ടേണ്ട ഒരു ജ്യേഷ്ഠാവകാശമുണ്ട്, അതൊരു പ്രത്യേക അവകാശമാണ് യഹൂദന്മാർക്കിടയിൽ. ഓൾറൈറ്റ്, ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശയുടെ തലയുമായി അങ്ങനെ കൈകളെ പിണച്ചു വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ വലങ്കൈ, ഇതിൻ്റെ നേരെ നിൽക്കുന്നത് മനശ്ശയാണ്, ഇതിൻ്റെ നേരെ നിൽക്കുന്നത് എഫ്രൈമാണ്. ഇങ്ങനെയാണ് വെച്ചതെങ്കിലും യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? കൈകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിണച്ചു വെച്ചു, അനുഗ്രഹിക്കാൻ വേണ്ടി. ഈ രണ്ട് പിള്ളേരുടെ തലയിൽ കൈ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത് എന്ന് വെച്ചാൽ വലത്തെ കൈ എഫ്രൈമിൻ്റെ മേൽ വന്നു, ഇടത്തെ കൈ മനശ്ശയുടെ മേലും വന്നു. ശരിക്കും ലോജിക്കലി അത് തെറ്റാണ്. വലങ്കൈ കൊണ്ട് മൂത്തവനെ അനുഗ്രഹിക്കണം, ഇടങ്കൈ കൊണ്ട് ഇളയവനെ അനുഗ്രഹിക്കണം. ഇതാണ് ശരിക്കും പിതാമഹന്മാർ ചെയ്യേണ്ടത്. പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു. തൻ്റെ പിതാവായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. സോ ഇതൊക്കെ ഒരാൾ 147 വയസ്സുള്ളൊരു മനുഷ്യൻ പറയുന്ന ജീവിതം ജീവിച്ച് തീർന്ന് ദൈവത്തെ കണ്ട് പല പ്രാവശ്യം ദൈവമായി മുഖാമുഖം കണ്ടു, ദൈവമായി മല്ലുപിടിച്ച് ജയിച്ച് അനുഗ്രഹങ്ങളെ കണ്ടു, തലമുറകളെ കണ്ടു, മക്കളും മക്കളുടെ തലമുറയൊക്കെ കണ്ട് ഒരു പിതാമഹനായിരിക്കുന്ന ഒരു ദൈവ മനുഷ്യൻ്റെ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ യോസഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും, എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും നരക്കുവോളം ചുമക്കുവാൻ വിശ്വസ്തനായ ദൈവം, നിങ്ങളോടും പറയുക, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ പുലർത്തിയ ദൈവം ഇനിയും അങ്ങോട്ട് പുലർത്തുവാൻ ശക്തനാണ്. 16-ാമത്തെ വചനം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് blessings travel through the vehicle of words, അല്ലെങ്കിൽ words
ആർ ദ വെഹിക്കിൾ ഓഫ് ബ്ലെസ്സിങ്സ്. ഈ അനുഗ്രഹം സഞ്ചരിക്കുന്ന വാഹനം എന്താണെന്നറിയാമോ? കാരിയർ എന്താണെന്നറിയാമോ? വാക്കുകളാണ്. പിതാക്കന്മാർ, അല്ലെങ്കിൽ അമ്മമാർ, മാതാപിതാക്കന്മാർ, ഗ്രാൻഡ് പാരൻസ് ഒക്കെ കൊണ്ട് പറയുന്ന വാക്കുകളിലൂടെയാണ് അനുഗ്രഹങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ കൈ പിണച്ചു വെച്ചിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ വലങ്കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. കാരണം അത് ചെയ്യുന്നത് ശരിയല്ല. ഇങ്ങനെ പിണച്ചു വെച്ച് മൂത്തവൻ്റെ മേൽ വെക്കേണ്ട കൈയെ ഇളയവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനശ്ശയുടെ തലയിൽ മാറ്റി വയ്ക്കാൻ വേണ്ടി പിടിച്ചു. അപ്പോൾ യോസഫ് വന്ന് കയ്യെ പിടിച്ചിട്ട് തിരിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം യോസഫിന് മനസ്സിലായിക്കാണ് ഈ അപ്പന് ഒന്നാമത് വയ്യാതിരിക്കുന്നു, മരിക്കാൻ പോകുന്നു. 2, കണ്ണ് കണ്ടുകൂടാ. ഈ നിൽക്കുന്ന ആരാണെന്ന് തിരിച്ചറിയാൻ പാടില്ലല്ലോ. ഈ പിള്ളേർ അധികം പരിചയവുമില്ല. കാരണം ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ, വിദേശ രാജ്യത്ത് ജനിച്ചു വളർന്ന പിള്ളേർ, അവർ വേറെ ഭാഷയൊക്കെയാണ് സംസാരിക്കുന്നത്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന പിള്ളേർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അപ്പന് മലയാളം അറിയാവൂ എന്നൊക്കെയുള്ള രീതിയിൽ. അതുകൊണ്ട് പിടിച്ചത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് യോസഫ്. അപ്പനോട് അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മനശ്ശയുടെ തലയിലാണ് വലങ്കൈ വെക്കേണ്ടത്. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം, ഈ കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് മോനെ കണ്ണ് കാണാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് പരിശുദ്ധാത്മ നടത്തിപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ദൈവം പ്രേരിപ്പിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പിതാക്കന്മാരുടെ അനുഗ്രഹം ഇന്നൊക്കെ ആർക്ക് എന്ത് പുല്ലുമില്ല, ആർക്കും ഒരു വിലയുമില്ല. അപ്പൻ്റെ അനുഗ്രഹം കിട്ടണമെന്ന്, അമ്മയുടെ അനുഗ്രഹം കിട്ടണമെന്ന് ആർക്കാ? അതങ്ങനെ കിടക്കും. അവരും മനുഷ്യർ, നമ്മളും മനുഷ്യർ. അതൊരു തലമുറ, ഇതൊരു തലമുറ, ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ലല്ലോ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. സ്പിരിച്വലി ദൈവജനം അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന് ഭയങ്കരമായ വാല്യൂ ഉണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹം, പിതാമഹന്മാരുടെ അനുഗ്രഹം, പ്രായമുള്ളവരുടെ അനുഗ്രഹം, അതുപോലെ ദൈവത്തോട് ചേർന്ന് ആയുസ് മുഴുവൻ നടന്നവർ, അവരുടെ മേലുള്ള ലെഗസി, സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ്, സ്പിരിച്വൽ ഹെറിറ്റേജ്, ഇത് പാസ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഒത്തിരി പേർക്ക് അതിൻ്റെ വില അറിയില്ല. യോസഫിനതറിയാം. പക്ഷേ യാക്കോബ് പറഞ്ഞു, നോ 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 നോ, എനിക്കറിയാം ഞാൻ ആരുടെ തലയിലാണ് കൈവച്ചിരിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ അനുജനെയാണ്, അഥവാ എഫ്രൈമിനെയാണ് ദൈവം ഉയർത്താൻ പോകുന്നത്. ഒരു ദൈവിക നിയോഗമാണ്. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിനെയും മനശ്ശെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് എഫ്രൈമിനെ മനശ്ശെയ്ക്ക് മുമ്പാക്കി. അപ്പോൾ ദൈവിക നിയോഗത്തിൽ താൻ ചെയ്തതാണ്. എഫ്രൈമാണ് ഇളയവനാണ് മനശ്ശെയ്ക്ക് മുമ്പാകുന്നത്. അതിൻ്റെ മുമ്പത്തെ തലമുറയിൽ അത് സംഭവിച്ചു. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും കാര്യത്തിൽ അത് സംഭവിച്ചു. ഇതിനൊന്നും നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമായിട്ടില്ല. അത് ദൈവിക നിയോഗമാണ്. ദൈവം ചിലരെ കുറിച്ച് ഇട്ടിരിക്കുന്ന പദ്ധതിയാണ്. അതിൽ അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവം ചിലരെ ചില പേർപ്പസസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ദൈവം നിങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയും നിലയും മറന്ന് പെരുമാറരുത്. ഓക്കെ, യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് എന്താ വെച്ചാൽ, അപ്പൻ മോനോട് പറയും, യാക്കോബ് യോസഫിനോട് പറയും, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എങ്ങോട്ട്? കനാൻ നാട്ടിലേക്ക് മടക്കി കൊണ്ടുപോകും. 22-ാമത്തെ വചനം, എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമ്മോന്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. അപ്പോൾ യോസഫിനുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പേഴ്സണലായി ഒന്ന് പോയി കണ്ട് തൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിപ്പിക്കാനും ആ കൂട്ടത്തിൽ തൻ്റെ മേലൊരു അനുഗ്രഹം പ്രാപിക്കുവാനും, മരണക്കിടക്കയിൽ അല്ലെങ്കിൽ മരണിക്കുന്നതിന് തൊട്ടു മുമ്പ്
മാതാപിതാക്കളുടെ അനുഗ്രഹം വരിക എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. അതിൻ്റെ വില മനസ്സിലാക്കി യാക്കോബിനെ ആദരിച്ച് യോസഫ് ചെന്ന് അത് വാങ്ങുന്നു. അതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫറാണ്, ബ്ലെസ്സിങ്സിൻ്റെ ഒരു ട്രാൻസ്ഫറാണ് അവിടെ, അല്ലെങ്കിൽ ഇമ്പാർട്ടേഷനാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഇത് കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ആരും ആയിക്കോട്ടെ, അനുഗ്രഹം കിട്ടുവാണെങ്കിൽ മേടിച്ചേക്കണേ. അനുഗ്രഹം കിട്ടുവാണെങ്കിൽ മേടിച്ചേക്കണം. ഒന്നും സംഭവിച്ചില്ലേലും അവരെ ബഹുമാനിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്താൽ അറിയാതെ അവരുടെ ഹൃദയത്തിൽ നിന്നൊരു അനുഗ്രഹം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തങ്ങ് വന്നോളും. തലയിൽ കൈ വെച്ചില്ലേലും, മുട്ടുകുത്തിന്നില്ലേലും, കൈ ഇങ്ങനെ വെച്ചില്ലേലും, ഇങ്ങനെ വെച്ചില്ലേലും ഒക്കെ അനുഗ്രഹം വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് 49, 50, 2 അധ്യായങ്ങളുണ്ട്. കൺക്ലൂഷനിലേക്ക് നമ്മൾ വരാൻ പോവുക. അതിനു മുൻപ് ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മാവിൻ്റെ നിറവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സമയത്ത് കൃത്യമായി അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള കൃപ, ആ ഓപ്പർച്യൂണിറ്റി മിസ്സാകാതെ ദൈവം നമ്മെ കാക്കും. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകളൊക്കെ എനിക്കൊന്ന് എന്താണ് അതിൻ്റെ അഭിപ്രായം എന്നൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. ദയവായി കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കും. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശരീരത്തിലെ ചില സിസ്റ്റുകളും ലംബുകളും ട്യൂമറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. പ്രത്യേകമായ രീതിയിലുള്ള അലർജികൾ, ഫുഡ് അലർജി, ഡസ്റ്റ് അലർജി, മെഡിസിനൽ അലർജി പോലുള്ള വിവിധമായ സിവിയറായിട്ടുള്ള കാര്യങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ, സൗഖ്യമാകട്ടെ, വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഫാദർ. ദൈവകരങ്ങളിൽ കർത്താവ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. താങ്ക് യു മാ ലോർഡ്. താങ്ക് യു മാ ലോർഡ്. ക്ഷയരോഗം മുതലുള്ള എല്ലാ രോഗങ്ങളും സൗഖ്യമായിട്ട്, പ്രത്യേകിച്ച് കിഡ്നികളുടെ രോഗങ്ങൾ സൗഖ്യമായിട്ട്, ഹാർട്ടിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ഫാദർ. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.